നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇതുപോലത്തെ ഒരു ഡോറിനെ അൺറിയൽ എഞ്ചിനിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ലൈൻ ട്രേസിംഗ് എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ പ്ലെയറിനെ എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻ ട്രേസ് ചെയ്തിട്ടാണ് ഈ ഡോർ ഓപ്പൺ ആവുന്നത്. ഞാനിപ്പോൾ വേറെ എങ്ങോട്ടെല്ലാം ലൈൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും വർക്കാവില്ല. പക്ഷേ ഞാൻ ഡോറിലേക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറിലെ ലൈനും കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം അത് അവിടെ സക്സസ് ആവുന്നതാണ്. ആ ഒരു ലൈൻ ട്രേസിങ് സക്സസ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു ഗ്രീൻ കളർ കാണുന്നത്. അപ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മുടെ പ്ലെയറിന് അതിൽ കൂടെ എൻ്റർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഹായ് ഓൾ, അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അൺറിയൽ എഞ്ചിനകത്തൊരു ഡോർ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് സിസ്റ്റം ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ ഗെയിംസ് കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, മൊബൈൽ ഗെയിംസ് ആയാലും PC ഗെയിംസ് ആയാലും മിക്ക ബാറ്റിൽ റോയൽ ഗെയിംസിലും നമുക്കറിയാം, നമ്മൾ പ്ലെയേഴ്സ് ഒരു ഡോറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ചെയ്യാനുള്ളൊരു പോപ്പപ്പ് വരും, ഒരു മെസ്സേജ് പോലെ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡോർ ഓപ്പൺ ആവും, ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ പ്ലെയറിന് ഒരു ഒബ്ജക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാമെന്നുള്ളത്. നമ്മളപ്പോൾ അതുപോലെ തന്നെ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യം അതിനായിട്ട് വേണ്ടുന്നത്, നമുക്ക് ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ പോവുക. അതിനുശേഷം ഡൗൺലോഡ് ബ്ലെൻഡർ എന്ന് സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് ബ്ലെൻഡർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു സൈറ്റ് കാണാൻ സാധിക്കും, blender.org. അപ്പോൾ ബ്ലെൻഡർ ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്, അതിലേക്ക് പോവുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ബ്ലെൻഡർ 4.2.3 LTS ലേറ്റസ്റ്റ് വെർഷനാണ് കാണുന്നത്. ഇത് അറൗണ്ട് 328 MB ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു EXE ഫയൽ കിട്ടും. ആ EXE ഫയലിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനുശേഷം ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ഒരു ഡോറിൻ്റെ ഒക്കെ മോഡൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പം ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെ ഡോർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ലൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയും ക്ലിക്ക് ചെയ്യുക, ശേഷം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ക്യൂബ് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ക്യൂബിനെ നമുക്ക് ഏതൊരു രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. ഇതിനിപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യാം. ശേഷം Shift A ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ മെഷ് എന്നുള്ളതിൽ പോയിട്ട് ക്യൂബ് സെലക്ട് ചെയ്യാം. ക്യൂബ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് തന്നെ ഒരു ക്യൂബ് കിട്ടും. ശേഷം നമ്മൾ GZ ക്ലിക്ക് ചെയ്യുക, G+Z. ശേഷം നമ്മുടെ മൗസ് ചെറുതായിട്ടൊന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്യൂബ് ആ ഒരു ആക്സസിലേക്ക്, Z ആക്സസിലേക്ക് മൂവ് ആവുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ GX ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൗസ് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ആവുന്ന കാണാൻ പറ്റും, X ആക്സസിലേക്ക്. അതുപോലെ തന്നെ GY ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൗസ് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യൂബ് ഇങ്ങനെ പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫുള്ളി കൺട്രോൾഡായിട്ട് നിങ്ങൾ ജസ്റ്റ് G ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇതിനെ മൂവ് ചെയ്യാൻ സാധിക്കും ഒബ്ജക്റ്റിനെ. ഓക്കെ, നമ്മളിപ്പം ഇതിൽ ഫുള്ള് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ബ്ലെൻഡറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ അതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡോർ എങ്ങനെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് തന്നെ ചെയ്യേണ്ടത് ഒരു വുഡ് ഡോർ ടെക്സ്ചർ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വുഡിൻ്റെ ഡോർ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഐസ്റ്റോക്കിൽ നിന്നൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ആ ഇമേജ് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നോർമൽ ഡോർ സൈസ് നോർമൽ ഹൗസ് ഡോർ സൈസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു നോർമലി ഒരു സ്റ്റാൻഡേർഡ് ഡോർ സൈസ് ഇന്ത്യയിലുള്ള സാധാരണ ഡോറുകളുടെ അളവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഇവർ പറയുന്നത് ഹൈറ്റ് 2 മീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് 0.7 മീറ്ററാണ്. നമുക്കപ്പോൾ ഈ ഒരു റിയൽ ലൈഫ് മെട്രിക്സ് നമുക്ക് എങ്ങനെ ബ്ലെൻഡറിലോട്ട് കൊണ്ടുവരുന്നത് നോക്കാം. അതിനായിട്ടായി നമ്മൾ ബ്ലെൻഡറിൽ വരിക. ശേഷം ഇവിടെ ടോപ്പിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും സ്കെയിൽ എന്ന്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 0.001 എന്ന് കൊടുക്കുക. അതിനുശേഷം അത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സീൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു വിൻഡോ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ യൂണിറ്റ്സ് കാണാൻ സാധിക്കും. യൂണിറ്റ്സിൽ വരിക, ഇത് മെട്രിക്സ് എന്നാക്കുക. ചിലപ്പോൾ നണ്ണായിരിക്കും, അത് മെട്രിക്സ് എന്നാക്കുക. അതിനുശേഷം യൂണിറ്റ് സ്കെയിൽ നമ്മൾ നേരത്തെ കൊടുത്ത് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് മീറ്ററിലാണോ കിലോമീറ്ററിലാണോ ഏതിലാണ് ഇതിനകത്ത് സൈസ് വേണ്ടുന്നത്, സെൻറ്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ മൈക്രോമീറ്റർ ആണോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ മീറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്യൂബ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക. ഈ ഒരു
ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഐറ്റംസിൽ നമുക്ക് കാണാൻ സാധിക്കും ഡയമെൻഷൻസ്. ഈ ഒരു ക്യൂബിൻ്റെ ഡയമെൻഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ വിഡ്ത്ത് എത്രയായിരുന്നു വേണ്ടുന്നത്, ആ ഒരു വിഡ്ത്ത് ക്രോമിൽ നിന്ന് കോപ്പി ചെയ്യുക 0.7 മീറ്റർ. എന്നിട്ട് അതിനെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇപ്പോൾ 0.7 മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് 2 മീറ്റർ. ഓക്കെ, ഹൈറ്റ് അപ്പോൾ നമുക്ക് ഇസഡ് ആക്സസിൽ ഹൈറ്റും കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഭയങ്കര വലിയ ഡോർ, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. വ്യൂ പോർട്ട് ഡിസപ്പിയർ ആയി പോകുന്നുണ്ട് വ്യൂ പോർട്ടിൽ നിന്ന് ആ ഡോറ്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻഡ് എന്നൊരു വാല്യൂ കാണാൻ പറ്റും. അതിപ്പോൾ 1 മീറ്ററിലാണ് ഉള്ളത്. അതിൻ്റെ ശേഷം ഒരു 200 മീറ്ററിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഡോർ ഓക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ട് ഈ ക്ലിപ്പ് സ്റ്റാർട്ട് എന്നുള്ള കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതും മാറി കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഡോറിന് കുറച്ച് വീതിയും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു നോർമൽ ഡോർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോറിന് ഒരു ഫ്രെയിം വേണം. അപ്പോൾ നമുക്ക് ഫ്രെയിമിനായിട്ട് ഇനി ഗൂഗിളിൽ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഫ്രെയിമിനെ തന്നെ വെച്ചിട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ സൈസ് ഒന്ന് കുറച്ചാൽ മതി. അത് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഫ്രെയിമിനെ തന്നെ പിന്നെ കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ അതിനെ തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് 90 ഡിഗ്രി കൊടുക്കുക. അതിനുശേഷം ടോപ്പിലേക്ക് പോയിട്ട് കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം ഇതിനൊന്ന് ചെറുതാക്കി കൊടുക്കാം. ചെറുതാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച്. ഇനി നമുക്ക് അതിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് താഴേക്കും വെക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡോറിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് വീതി കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഡോറിൻ്റെ വീതി ശകലം ഒന്ന് കുറയ്ക്കാം. ഫ്രെയിമിൻ്റെ അത്രയും വീതി വേണ്ട ഡോറിന്. ഓക്കെ, ആ ഡോറ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയ്ഡിങ് എന്ന് പറഞ്ഞൊരു വിൻഡോ കാണാൻ സാധിക്കും ടോപ്പിൽ. അപ്പോൾ ഈ ഷെയ്ഡിങ്ങിൽ പോവുക. ഷെയ്ഡിങ്ങിൽ പോയതിന് ശേഷം ഇവിടെയും നമ്മൾ ആ ഒരു ആരോ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വ്യൂവിൽ പോയിട്ട് ഇവിടെയും നമ്മൾ 200 മീറ്റർ ആക്കുക. അതുപോലെ ക്ലിപ്പിങ്ങും ശകലം കൂട്ടി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഡോർ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ആ ഡോറ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു നോഡിൻ്റെ വിൻഡോ കാണാൻ സാധിക്കും നമ്മുടെ അൺറിയൽ എഞ്ചിനിലുള്ള ഇവൻറ്റ് ഗ്രാഫ് പോലെ തന്നെ. അപ്പോൾ ഇതിൽ നിങ്ങൾ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 2 നോഡ് വരും. പ്രിൻസിപ്പിൾഡ് BSDFും അതുപോലെ മെറ്റീരിയൽ ഔട്ട്പുട്ടും. അപ്പോൾ നിങ്ങളിതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടേക്ക് വരിക. ഈ ഒരു ബേസ് കളർ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഇമേജ് ടെക്സ്ചർ എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഇമേജ് ടെക്സ്ചർ എന്ന്. അപ്പോൾ ഇമേജ് ടെക്സ്ചർ കളറും ഉണ്ട്, ഇമേജ് ടെക്സ്ചർ ആൽഫയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറാണ് വേണ്ടത്. അപ്പോൾ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡോറ് ഫുള്ള് ബ്ലാക്ക് ആയത് കാണാൻ പറ്റും. കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോറിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മളുടെ കീബോർഡിൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ UV എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു വിൻഡോ ഉണ്ടല്ലോ അതിലേക്ക് പോവുക. അതിനുശേഷം ഈ ഒരു UV എഡിറ്റിങ്ങിലും സെയിം തിങ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വ്യൂ പോവുക. 200 മീറ്റർ ആക്കുക. ക്ലിപ്പിങ് ശകലം കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ പ്രിവ്യൂ മോഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ടെക്സ്ചർ കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് ഇസഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് താഴേക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ മെറ്റീരിയൽ പ്രിവ്യൂ മോഡിലാണുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വേറെ മോഡ്സ് ഉണ്ട്. റെൻഡേർഡ് മോഡുണ്ട്, അതുപോലെ തന്നെ സോളിഡ് മോഡുണ്ട്, വയർ ഫ്രെയിം ഉണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് മെറ്റീരിയലാണ്. അതിന് ശേഷം നമ്മുടെ കീബോർഡിൽ 3 ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ടോപ്പിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഫേസ് സെലക്ഷൻ മോഡ്. അതിനുശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു UV എഡിറ്റിങ്ങിൽ പോയിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ടെക്സ്ചറിനെ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തിരിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഫുള്ളും സെലക്ട് ചെയ്യുന്ന ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് പ്രോപ്പറായിട്ട് വെക്കുക. ഒന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടോപ്പിലുള്ളതും ഈ ഒരു ഫ്രെയിമെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. ഫ്രെയിമെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഫ്രെയിമെല്ലാം ഒരുമിച്ച് സെലക്ട് ആയി കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ടെക്സ്ചർ ചെയ്യണം. അതിന് നേരെ ടാബ് ക്ലിക്ക് ചെയ്യുക, ഫേസ് സെലക്ഷൻ മോഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫേസിനെ എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു UV പോയിട്ട് ഒന്ന് വലുതാക്കി കൊടുക്കുക. ഇനി നമ്മളുടെ ഇപ്പോൾ ഡോറിനെ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൈൽ ചെയ്യാനുള്ള നമ്മളുടെ ഈ ഒരു
ഡോറിൻ്റെ ഫ്രെയിമിനെയാണ്. അതിന് ഈ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ മെറ്റീരിയൽസ് കാണാൻ സാധിക്കും. അവിടെ പോയിട്ട് നമ്മൾ ഡോറിന് കൊടുത്ത മെറ്റീരിയലിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോറിംഗ് അല്ലാത്തൊരു അത്യാവശ്യം അടിപൊളി ഒരു ഡോറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ ഡോറിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ളതിൽ പോവുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ കാണാൻ സാധിക്കും. അതിൽ FBX എന്നുള്ളൊരു ഫയൽ ടൈപ്പ് കാണാൻ സാധിക്കും. ആ ഒരു FBXലേക്ക് നമ്മൾ എടുക്കുക. നമുക്ക് എവിടെയാണ് വേണ്ടത് ആ ഒരു പാത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പാർട്ട് 3 എന്നുള്ള ട്യൂട്ടോറിയലിൻ്റെ ഫോൾഡറിലേക്കാണ് ഇതിന് ഇടുന്നത്. എന്നിട്ട് ആ FBXൻ്റെ പേരൊന്ന് മാറ്റിയിട്ട് ഡോർ എന്നാക്കുക. എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോർ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അൺറിയൽ എഞ്ചിനിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ആ ബ്ലെൻഡറിൽ ചെയ്ത ഡോറിനെ എങ്ങനെ നമുക്ക് അൺറിയൽ എഞ്ചിനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നും അതുപോലെ അതിനെ എങ്ങനെ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ അൺറിയൽ എഞ്ചിനിലേക്ക് നമ്മളിപ്പോൾ ആ ബ്ലെൻഡറിൽ ചെയ്ത ആ ഡോറിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ താഴെ വന്നിട്ട് ഈ കണ്ടൻറ് ബ്രൗസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഓള് കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ ചെയ്യുക. എന്നിട്ട് നമ്മളതിനെ മോഡൽസ് എന്ന് നെയിം ചെയ്യുക. അതിനുശേഷം ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ടു /game/models എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോഡലിനെ ഇമ്പോർട്ട് ചെയ്യുക ഇതിലേക്ക്. ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡോറാണ്. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് നമ്മൾ ഇതെല്ലാം ജസ്റ്റ് സ്കിപ്പ് ചെയ്തിലൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എറർ മെസ്സേജ് വരും, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു മോഡലും അതുപോലെ തന്നെ ടെക്സ്ചറും മെറ്റീരിയലും നമ്മുടെ ഒരു അൺറിയൽ എഞ്ചിൻ്റെ കണ്ടൻറ് ബ്രൗസറിലേക്ക് വന്നേക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഡോറും അതുപോലെ തന്നെ ഡോറിൻ്റെ ഫ്രെയിമും നമ്മൾ ബ്ലെൻഡർ ചെയ്തതാണ്. ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു വ്യൂ പോർട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് അടിക്കുക, അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലൂ പ്രിൻ്റ് ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്ടർ ഉണ്ട്, പവൺ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, പ്ലെയർ കൺട്രോളർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ആക്ടറാണ്. അപ്പോൾ ആക്ടറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം BP ഡോർ എന്ന നെയിം കൊടുക്കുക. അതിനുശേഷം ആ ഒരു BP ഡോർ എന്നുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ക്ലാസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ഈ ഒരു വിൻഡോൻ്റെ കൂടെ വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ നാവിഗേറ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കും. ഇതിന് ശേഷം നമുക്കിവിടെ കാണാം BP ഡോർ, അതിനകത്ത് ബ്രാക്കറ്റിൽ സെൽഫ് എന്ന് എടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റിക് മെഷീൻ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡോർ ഫ്രെയിം എന്ന് കൊടുക്കുക നെയിം. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും സ്റ്റാറ്റിക് മെഷീൻ, അതായത് ഈ ഒരു സ്റ്റാറ്റിക് മെഷീൻ്റെ ഡീറ്റെയിൽ പാനലിൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റിക് മെഷ്. അവിടെ നമ്മൾ രണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡോറെന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡോറിൻ്റെ ഫ്രെയിം, നമ്മളിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോറിൻ്റെ ഫ്രെയിം കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ബ്ലെൻഡർ ചെയ്ത ഡോറിൻ്റെ ഫ്രെയിം ഇതാണ്. അതുപോലെ അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ അതിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡോറെന്ന് നെയിം കൊടുക്കാം. ആ ഡോറിന് നെയിം കൊടുത്ത സ്റ്റാറ്റിക് മെഷീനിലേക്ക് നമുക്ക് ഡോറിനെ ആഡ് ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഡോറും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡോറിൻ്റെ ഫ്രെയിമും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് സെൻറ്ററിൽ നിന്നാണ് റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വരിക, ഒരു പുതിയൊരു സിലിണ്ടർ ആഡ് ചെയ്യുക. സിലിണ്ടർ ആഡ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ എന്ന നെയിം കൊടുക്കാം, ഡോർ മെയിൻ എന്ന നെയിം കൊടുക്കാം. പെർസ്പെക്റ്റീവ് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ പോവുക. ഫ്രണ്ട് വ്യൂ പോയതിന് ശേഷം നമ്മൾ ഈ ഒരു സിലിണ്ടറിനെ നമ്മളൊന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ആ ഒരു ലോക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുക, ലോക്ക് ഇടുക, പിന്നെ ഒന്ന് ചെറുതാക്കുക. ഇനി നമുക്ക് തിരിച്ച് നേരെ പെർസ്പെക്റ്റീവിലേക്ക് തന്നെ പോവാം. എന്നിട്ട് ആ ഒരു സിലിണ്ടറിൻ്റെ ചൈൽഡായിട്ട് തന്നെ നമ്മളുടെ ഡോറിനെ ആഡ് ചെയ്യാം. ഇനി നമ്മളുടെ ഒരു പേരൻറ്റ് സിലിണ്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഡോറ് പ്രോപ്പറായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റ് ഗ്രാഫ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു BP ഡോർ എന്ന് പറയുന്ന ബ്ലൂ പ്രിൻ്റ് ക്ലാസിൻ്റെ ഇവൻ്റ് ഗ്രാഫ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം
നമുക്ക് ഈ വേണ്ടാത്ത കുറേ നോട്ട്സ് കാണാൻ സാധിക്കും, ഇവൻറ്റുകൾ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കസ്റ്റം ഇവൻ്റ് സെർച്ച് ചെയ്യുക. കസ്റ്റം ഇവൻ്റ് നമ്മൾ ഡോർ ഓപ്പൺ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഡോർ എന്ന് പറയുന്ന ഒരു നമ്മളുടെ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാറ്റിക് മെഷീന്. അതിന് ജസ്റ്റ് ഈ ഒരു ഇവൻറ്റ് ഗ്രാഫിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്നൊരു കണക്ഷൻ ഡ്രാഗ് ചെയ്തതിന് ശേഷം, ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് ക്ലിക്ക് യൂസ് ചെയ്തിട്ടാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. ശേഷം മൗസിൽ നിന്ന് കൈയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ സെറ്റ് റിലേറ്റീവ് റൊട്ടേഷൻ സെർച്ച് ചെയ്യുക. റിലേറ്റീവ് റൊട്ടേഷൻ. ശേഷം ആ നോഡ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറൊരു നോഡിനും കൂടെ ആവശ്യം വരുന്നുണ്ട് ഇവിടെ. ആ നോഡിൻ്റെ ആവശ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലൈൻ എന്നാണ് ആ നോഡിൻ്റെ പേര്. ആ നോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു ഇങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ഡോർ ഭയങ്കര സ്പീഡിൽ ഓപ്പൺ ആയി പോകും. ഇപ്പോൾ ഒരു ആനിമേഷൻ ഒരു സ്ലോലി ആയിരിക്കത്തില്ല ഡോർ ഓപ്പൺ ചെയ്യുന്നത്, ഭയങ്കര ക്വിക്കായിട്ട് തുറന്നു പോകും. അപ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ടൈം ലൈൻ നോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ടൈം ലൈൻ എന്ന് സെർച്ച് ചെയ്യുക. ടൈം ലൈൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആഡ് ടൈം ലൈൻ എന്ന് പറഞ്ഞൊരു നോഡ് വരും. നമുക്ക് ഡോർ ഓപ്പണിംഗ് ടൈം ലൈൻ എന്ന് നെയിം ചെയ്യാം. അതിനുശേഷം പ്ലേ ഫ്രം സ്റ്റാർട്ട് എന്നുള്ളിടത്തേക്ക് ഈ നമ്മളുടെ കസ്റ്റം ഇവൻറ്റിൽ നിന്നൊരു കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഈ അപ്ഡേറ്റ് എന്നുള്ളിടത്തു നിന്ന് ഈ ഒരു ഡോറിൻ്റെ സെറ്റ് റിലേറ്റീവ് റൊട്ടേഷനിലേക്ക് കണക്ഷൻ കൊടുക്കുക. ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് വരും. അപ്പോൾ ഈ ആഡ് ട്രാക്ക് എന്നുള്ളതിൽ ആഡ് ഫ്ലോ ട്രാക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫ്ലോട്ട് ട്രാക്ക്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു നെയിം കൊടുക്കുക, ഡോർ ടൈം ലൈൻ. ശേഷം നമ്മൾ ഇവിടെ ലെങ്ത് എന്നുള്ളിടത്ത് 0.5 കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കീ ടു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ടൈമും 0 ആക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂവും 0 ആക്കുക. ശേഷം നമുക്ക് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യണം. ഒരു കീയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടൈം നമുക്ക് 0.5 കൊടുക്കാം, വാല്യൂം 0.5ലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു കീ ഫ്രെയിം ടോപ്പിലും ഒരു കീ ഫ്രെയിം ബോട്ടമിലാണുള്ളത്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ലോ മോഷനിൽ ഇത് വാല്യൂ കൂടി 0.5ലേക്ക് പോകും. ഇനി നമുക്കതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് തിരിച്ച് ഇവൻറ്റ് ഗ്രാഫിലേക്ക് തന്നെ പോവാം. ശേഷം നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെറ്റ് റിലേറ്റീവ് റൊട്ടേഷനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് സ്ട്രക്റ്റ് പിൻ എന്നുള്ളതിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പല ആക്സസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ഡോർ ടൈം ലൈൻ എന്നുള്ളതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ലെർപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ലെർപ്പ് എന്ന് പറഞ്ഞൊരു നോഡ് നമുക്കിവിടെ യൂസ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു കൺട്രോൾ നെക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ആൽഫയിലേക്ക് ആ കണക്ഷൻ മാറ്റി കൊടുക്കുക. ഇതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബി വാല്യൂ നമുക്ക് 90 ഡിഗ്രിയിലേക്ക് കൊടുക്കാം. അതായത് ഈ ഡോർ 90 ഡിഗ്രിയിലാണ് നമുക്ക് ഓപ്പൺ ആവേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു കസ്റ്റം ഇവൻറ്റ്, ഈ ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞ ഈ ഒരു കസ്റ്റം ഇവൻറ്റിനെ കോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മളുടെ പ്ലെയറിൻ്റെ ഇവൻറ്റ് ഗ്രാഫിലേക്ക് പോകണം. അതിനായിട്ട് കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യുക, തേർഡ് പേഴ്സൺ ബ്ലൂ പ്രിൻറ്റ്സ് BP തേർഡ് പേഴ്സൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പ്ലെയറിൻ്റെ ഇവൻറ്റ് ഗ്രാഫ് ഓണായി വരും. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ പ്ലെയറിൻ്റെ കൺട്രോൾസിനെയും ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഓൾറെഡി ഉള്ളത്. അതിലൊന്നും ചെയ്യേണ്ട. നമ്മൾ നേരെ താഴെ പോവുക. കുറച്ച് ഫ്രീ സ്പേസ് എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കീ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഡോർ ഓപ്പൺ ആവേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കീ ഇവിടെ എടുക്കുക. ഞാൻ ഇവിടെ കീബോർഡ് F എന്ന് എടുക്കുന്നുണ്ട്. എനിക്കിവിടെ F ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡോർ ഓപ്പൺ ആവേണ്ടത്. അതിനുശേഷം ഞാൻ ഈ ഒരു F കീ പ്രസ്ഡിൽ നിന്ന് എടുത്തിട്ട് ലൈൻ ട്രേസ് ബൈ ചാനൽ എന്നുള്ള നോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലെയറിൻ്റെ ഫോളോ ക്യാമിന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇവൻറ്റ് ഗ്രാഫിലേക്ക് ഇട്ടതിന് ശേഷം ഗെറ്റ് വേൾഡ് ലൊക്കേഷൻ എന്നുള്ള ഒരു നോഡ് ഉണ്ട്. അതിന് നമ്മൾ ഈ ഒരു ക്യാമറയുടെ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഗെറ്റ് വേൾഡ് ലൊക്കേഷൻ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, ലൈൻ ട്രേസ് ബൈ ചാനലിൻ്റെ. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഗെറ്റ് ഫോർവേഡ് വെക്ടർ എന്നുള്ള ഒരു നോഡും കൂടി എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ഗെറ്റ് ഫോർവേഡ് വെക്ടറിൽ നിന്ന് എടുത്തിട്ട് സ്റ്റാർ ടൈപ്പ് ചെയ്യുക. സ്റ്റാർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു നോഡ് കിട്ടും. ആ ഒരു നോഡിനെ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു നോഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഇനി
ആഡ് ചെയ്യാനുള്ള നോഡും കൂടെ എടുക്കുക. അതിനുശേഷം ഈ ഒരു കണക്ഷന് താഴേക്ക് കൊടുക്കുക. ശേഷം ഇതിൽ നിന്നൊരു കണക്ഷൻ എടുക്കുക. എന്നിട്ട് ഈ ഒരു കണക്ഷൻ നമ്മൾ എൻഡിലേക്ക് ആഡ് ചെയ്യുക. അതിന് മുന്നേ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടു ഫ്ലോട്ട് സിംഗിൾ പ്രൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ടുന്നത് 300 എന്ന് കൊടുക്കുക. ഈ ഒരു ലൈനിൻ്റെ ട്രേസിൻ്റെ അളവാണത്. അപ്പോൾ ഞാൻ അവിടെ 300 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനെല്ലാത്തിനും ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു ഡ്രാവ് ഡീബഗ് ടൈപ്പ് എന്നുള്ളത് ഫോർ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര നേരം ഈ ഒരു ലൈൻ ട്രേസ് ആയി കഴിഞ്ഞാൽ ആ ലൈൻ അവിടെ വിസിബിളായിട്ട് നിൽക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു 1 സെക്കൻഡ് കൊടുക്കുകയാണ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ ആ ലൈൻ മാഞ്ഞു വെക്കോളും. അതിനുശേഷം ഈ ഒരു ഓൺ ഹിറ്റ് എന്നുള്ളതിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ബ്രേക്ക് ഹിറ്റ് റിസൾട്ട് എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു നോഡ് വരും. ശേഷം നമ്മളിത് കമ്പൈൽ ചെയ്തതിന് ശേഷം നമ്മളുടെ ഡോർ ബ്ലൂ പ്രിൻറ്റിലേക്ക് പോവുക. അതിനുശേഷം ഈ ഒരു ഡോറിൻ്റെ പേരൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ ടാഗ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ ടാഗ് ആഡ് ചെയ്യുക. നമ്മൾ ഡോറെന്ന് കൊടുക്കുകയാണ് ടാഗ്. അതിനുശേഷം ഒന്നുകൂടെ കമ്പൈൽ ചെയ്യുക. ശേഷം നമ്മളിവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രേക്ക് ഹിറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ നോഡിനകത്ത് ഹിറ്റ് ആക്ടർ എന്ന് കാണാൻ സാധിക്കും. അതിൽ ആക്ടർ ഹാസ് എ ടാഗ് എന്നുള്ളൊരു നോഡുണ്ട്. ആ നോഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഡോറിൻ്റെ പേരൻറ്റിൽ കൊടുത്ത ടാഗ് ഡോർ എന്നാണ്. ആ ഒരു ടാഗ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു കണക്ഷൻ കൂടെ എടുത്തിട്ട് കാസ്റ്റ് BP ഡോറിലേക്ക് നമ്മൾ അതിനെ കാസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ആക്ടർ ഹാസ് എ ടാഗ് എന്നുള്ള നോഡിൻ്റെ റിട്ടേൺ വാല്യൂ എടുത്തിട്ട് ഒരു ബ്രാഞ്ചിലേക്ക് കൊടുക്കുക. ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മളുടെ ലൈൻ ട്രേസ് ബൈ ചാനലുമായിട്ട് കണക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ട്രൂ വാല്യൂ അതിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആസ് BP ഡോർ എന്നുള്ളതിൽ നിന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഡോർ ഓപ്പൺ എന്നുള്ള നമ്മൾ ആ ഒരു BP ഡോറിൻ്റെ ഇതിൽ കൊടുത്ത ഈ ഒരു ഇവൻ്റ് ഉണ്ടല്ലോ ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ അതിനെ ഇവിടെ കോൾ ചെയ്യുക. കോൾ ചെയ്ത ശേഷം ഇവിടേക്ക് കോൾ ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് കമ്പൈൽ ചെയ്യാം. ശേഷം നമുക്ക് ഇവിടെ ഒരു എററുണ്ട്. അതിനായിട്ട് നമ്മൾ ആ ഒരു എറർ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു റിട്ടേൺ വാല്യൂവിനകത്തുനിന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഒരു ബ്രാഞ്ചും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ആ ബ്രാഞ്ചിനകത്ത് ട്രൂ ആണെങ്കിൽ മാത്രം ഇപ്പുറത്തെ ബ്രാഞ്ചിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശേഷം ഒന്ന് കമ്പൈൽ ചെയ്തു, സേവ് ഓൾ കൊടുത്തു. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു BP ഡോറിനെ നമ്മളുടെ ഒരു സീനിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. BP ഡോറിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആക്ടറിനെ ചെയ്തതിന് ശേഷം അത് കുറച്ചൊന്ന് സൈസ് കൂട്ടി കൊടുക്കാം. നമുക്കിനി ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡോർ ഓപ്പൺ ആവുന്നില്ല. നമ്മുടെ ലൈൻ ട്രേസ് ഒക്കെ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ഡോർ ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ട്രേസ് ആവുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ മുന്നിലേക്ക് ആ ഒരു ലൈൻ പോകുന്നില്ല, ബാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് ഒന്ന് കൂട്ടി നോക്കാം. അതായത് നമ്മൾ ഈ ഒരു ലൈൻ ട്രേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗെറ്റ് ഫോർവേഡ് എടുത്തിട്ടല്ലേ, നമ്മൾ ഫോർവേഡ് വെക്ടർ എടുത്തിട്ടാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് 300. അത് നമുക്ക് ജസ്റ്റ് ഒന്നൊരു 3000 ആക്കി നോക്കാം. ഇനി ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മളുടെ ഒരു പ്ലെയറിൻ്റെ ഫ്രണ്ടിലേക്കാണ് ആ ഒരു ലൈൻ ട്രേസ് ആവുന്നത്, കണ്ടോ? ഇത്ര നേരം അത് ബാക്കിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് ട്രേസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആവുന്നുണ്ട്, പക്ഷേ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു BP ഡോറിലേക്ക് പോവുക. നമ്മളുടെ ഒരു ഇവൻറ്റ് ട്രിഗർ ആകുമ്പോഴല്ലേ നമ്മളുടെ ഇത്രയും കാര്യങ്ങൾ വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഇവൻറ്റ് ട്രിഗർ ആകുമ്പോൾ നമുക്കിവിടെ ഒരു ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. അതായത് ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലോപ്പിൻ്റെ എയിൽ നിന്ന് കണക്ഷൻ പോകും. ഞാൻ പിന്നെയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബിയിൽ നിന്ന് കണക്ഷൻ പോകും. അപ്പോൾ ബിയിൽ നിന്ന് നമുക്ക് റിവേഴ്സിലേക്ക് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ഫ്രം സ്റ്റാർട്ട്, പിന്നെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിവേഴ്സിലി, അതായത് ആ ആനിമേഷൻ എങ്ങനെയാണോ അത് നേരെ റിവേഴ്സിലി വർക്കാവും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡോർ ഓപ്പൺ ആവുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്തോ ഒരു പ്രശ്നം പോലെ ഡോർ ഇപ്പോൾ കുറച്ചേ ഓപ്പൺ ആയി വരുന്നുള്ളൂ, ഉണ്ടോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. നമുക്കിപ്പോൾ എത്ര വാല്യൂ വെച്ചിരിക്കുന്നത്? 90 അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് 180 ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 180 ആക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ ഡോറ് കറക്റ്റായിട്ട് ഇപ്പോൾ ഫുള്ള് തുറന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പ്ലെയറിന് അതിൽ കൂടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തായിരിക്കും കാരണം നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റാത്തത്? ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ പേരാണ് കൊളീഷൻ. ഇപ്പോൾ നമുക്ക് പ്ലെയറിന് ഇതുവഴി മൂവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇവിടെ ഒരു കൊളീഷൻ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് കൊളീഷൻ എങ്ങനെയുള്ളതെന്ന്.
നമ്മളിവിടെ പോവുക, ഷോയിൽ പോവുക, കൊളീഷൻ ഷോ ചെയ്യുക. അപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഞാനിതിൽ ഗെയിം മോഡൊന്ന് മാറ്റിയിട്ട് ഓക്കെ. അപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ലൈൻ കണ്ടു. അതായത് എൻ്റെ ഒരു ഡോറിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ ഉണ്ട്, ഒരു ചരിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ലൈൻ കാണുന്നുണ്ട്. ആ ലൈനാണ് കൊളീഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലൈൻ ചെന്നിട്ട് പ്ലെയർ തട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് മാറ്റിയിട്ടൊന്ന് വയർ ഫ്രെയിമിലാക്കി കാണിച്ചു തരാം. കണ്ടോ, ആ ഡോറിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ കണ്ടോ, ആ ലൈൻ ചെന്ന് തട്ടുമ്പോഴാണ് എൻ്റെ പ്ലെയറിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ അത് നമുക്ക് മാറ്റണം. അത് മാറ്റാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് നമ്മൾ ആദ്യം ഈ ഒരു കൊളീഷൻ്റെത് ഓണാക്കി തന്നെ ഇട്ടേക്കാം. നമുക്ക് ഈ ഒരു ഡോറിൻ്റെ മോഡലിലേക്ക് പോകണം. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ സാധിക്കും കൊളീഷൻ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് കൊളീഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബോക്സ് സിംപ്ലിഫൈഡ് കൊളീഷൻ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഡോറിൻ്റെ 4 സൈഡിൽ കൂടെയാണ് ഒരു കൊളീഷൻ ഇപ്പോൾ ഉള്ളത്. സെൻറ്ററിൽ കൂടെ ഒന്നും അലമ്പായ രീതിയിലൊന്നും ഇപ്പോൾ അതിനകത്ത് കൊളീഷൻ ഇല്ല. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തിരിച്ച് ഒന്നും കൂടെ കണ്ടന്റ് ബ്രൗസറിൽ പോയിട്ട് നമ്മുടെ ഒരു ഫ്രെയിമിനെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രെയിമിനകത്ത് ആവശ്യമില്ലാത്ത കൊളീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിന് നമുക്ക് ഓക്കെ, കൊളീഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട് നടുക്കൂടെ ലൈൻ ഉണ്ട്, നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൊളീഷൻ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ പോയിട്ട് കൊളീഷൻ എന്ന് സെർച്ച് ചെയ്യുക. നമുക്കിവിടെ പ്രൊജക്റ്റ് ഡീഫോൾട്ട് കൊളീഷനാണ് ഉണ്ടാവുക. അതിനാണ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് കൊളീഷൻ കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഷോ ചെയ്ത് നോക്കാം. ഇപ്പം കണ്ടോ, അപ്പോൾ നമ്മുടെ നടുക്കൂടെ കൊളീഷൻ ഇല്ല. കൊളീഷൻ ഇപ്പോൾ ഈ ഒരു മെഷീനകത്ത് മാത്രമേ കൊളീഷൻ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് കണ്ടോ, ഇപ്പോൾ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് ഈ ഒരു ഫ്രെയിമിൽ കൂടെ പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. അതായത് ഇത് എങ്ങോട്ടെങ്കിലും ഞാൻ എൻ്റെ പ്ലെയറിനെ എങ്ങോട്ടെങ്കിലും തിരിച്ച് നിർത്തിയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവില്ല. എൻ്റെ ക്യാമറ ആ ഒരു കറക്റ്റ് ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് ക്യാമറ, അതായത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ഡോറിന് നേരെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വർക്കാവത്തുള്ളൂ. കണ്ടോ, ഇപ്പം എൻ്റെ പ്ലെയറിനെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് നിർത്താം. പക്ഷെ ഞാൻ അങ്ങോട്ട് നിന്നിട്ട് ഈ ഒരു എഫ് നിൽക്കി കഴിഞ്ഞാൽ എന്താ പറ്റുക, അങ്ങോട്ടേക്ക് ആ ഒരു ലൈൻ ട്രേസ് പോകത്തുള്ളൂ, ഡോർ ഓപ്പൺ ആവത്തില്ല. എന്നിട്ട് നമ്മൾ നേരെ തിരിഞ്ഞ് നിന്നിട്ട് ഒന്ന് എഫ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ആ ഒരു ലൈൻ ട്രേസ് ആ ഒരു ഡോറിൽ പോയി തട്ടുന്നുണ്ട്. അത് കണക്റ്റ് ആയെന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് ഒരു പച്ച കളർ കത്തുന്നുണ്ടോ ആ ഒരു ലൈൻ ട്രേസിൻ്റെ അറ്റത്ത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇനി നെക്സ്റ്റ് ട്യൂട്ടോറിയൽ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഡോറിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു മെസ്സേജ് പോലെ വരും, ക്ലിക്ക് F2 ഓപ്പൺ ദ ഡോർ, അല്ലെങ്കിൽ F2 ഓപ്പൺ ദ ഡോർ, അങ്ങനെ ഒരു പോപ്പപ്പ് വരും. നമുക്കപ്പോൾ അത് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.